ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം നമ്മളിപ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ വെൽഡിംഗ് എന്ന് പറഞ്ഞ സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ക്ലാസ്സായിട്ട് വെൽഡിംഗ് കഴിഞ്ഞ 5-6 ക്ലാസ്സായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും വെൽഡിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം തേർഡ് മൊഡ്യൂൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ പുതിയ കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്താണ് റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്നാണ്. ആദ്യം നമ്മൾ എന്താണ് സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് എന്നാണ് പറഞ്ഞു. ദെൻ നമ്മൾ റെസിസ്റ്റൻസ് വെൽഡിംഗ്, സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് ഈസ് ദ ടൈപ്പ് ഓഫ് വെൽഡിംഗ് വിച്ച് ഈസ് യൂസ്ഡ് നോ എക്സ്റ്റേണൽ ഹീറ്റ്. നമ്മൾ ഏകദേശം വേറെ എക്സ്റ്റേണൽ ഹീറ്റൊന്നും യൂസ് ചെയ്യാതെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് വെൽഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു ടൈപ്പ് ഓഫ് വെൽഡിംഗ് ആണ് റെസിസ്റ്റൻസ് വെൽഡിംഗ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ദെൻ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് റെസിസ്റ്റൻറ്റ് വെൽഡിങ്ങിനെ ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് H=I²RT എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻറ്റ് വെൽഡിങ്ങിന് ഒരു 4 ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് വെൽഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്താണ് റെസിസ്റ്റൻറ്റ് വെൽഡിങ്ങിൽ തന്നെ സ്പോട്ട് വെൽഡിങ് എന്താണ്, സീം വെൽഡിങ് എന്താണ്, പ്രൊജക്ഷൻ വെൽഡിങ് എന്താണ്, ഫ്ലാഷ് ബഡ് വെൽഡിങ് എന്താണ്. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് റെസിസ്റ്റൻറ്റ് വെൽഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ റെസിസ്റ്റൻറ്റ് വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കി, ഡിസ്അഡ്വാൻറ്റേജസ് നോക്കി, ആപ്ലിക്കേഷൻസ് നോക്കി. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ദെൻ നെക്സ്റ്റ് ഒരു സ്പെഷ്യൽ ടൈപ്പ് വെൽഡിംഗ് പ്രോസസ്സാണ് അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതൊരു സ്പെഷ്യൽ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് വെൽഡിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അതിൻ്റെ എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് നമ്മൾ അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്. ദെൻ അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കി. ദെൻ നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, ആപ്ലിക്കേഷൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ 2 സ്പെഷ്യൽ 2 ടൈപ്സ് ഓഫ് വെൽഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. റെസിസ്റ്റൻറ്റ് വെൽഡിംഗ് ആൻഡ് അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത 2 സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ എടുക്കുന്നത് സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് ഉണ്ട്, നമ്മൾ ഫ്യൂഷൻ ടൈപ്പ് വെൽഡിംഗ് ഉണ്ട്. അത് രണ്ടും മിക്സ് ചെയ്താണ് പറയുന്നത്. ഇന്ന് നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് അൾട്രാസോണിക് വെൽഡിംഗ്. അതൊരു സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ രണ്ടാമത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേസർ ബീം വെൽഡിങ്ങിനെ കുറിച്ചാണ്. അതൊരു ഫ്യൂഷൻ വെൽഡിംഗ് ആണ്. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് വെൽഡിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ ഇത് രണ്ടും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വെൽഡിങ് പ്രോസസ്സ് തന്നെയാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൾട്രാസോണിക് വെൽഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താണ് അൾട്രാസോണിക് വെൽഡിംഗ് എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. ബേസിക്കലി അൾട്രാസോണിക് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞാൽ അൾട്രാസോണിക് വെൽഡിംഗ് ഈസ് ഇതൊരു ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. ബൈ ഹൈ ഫ്രീക്വൻസി അൾട്രാസോണിക് acoustic vibrations are locally applied to the workpiece being held together under the pressure to create a solid state welding. അതായത് നമ്മൾ ഈ അൾട്രാസോണിക് വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വരുന്ന അൾട്രാസോണിക് എനർജി അഥവാ അൾട്രാസോണിക് വൈബ്രേഷൻസിനെ മെക്കാനിക്കൽ വൈബ്രേഷൻസിനെ നമ്മൾ വർക്ക് പീസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മളെ വർക്ക് പീസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ നമ്മളൊരു പ്രഷറും അതുപോലെ ഡൈനാമിക് ഷിയർ സ്ട്രെസ്സും ഫ്രിക്ഷണൽ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അവിടെ ജോയിൻറ്റ് വരുന്നതാണ്. ഇതിന് എക്സ്റ്റേണലായിട്ട് ഹീറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു വെൽഡിംഗ് പ്രോസസ്സാണ് ഈ അൾട്രാസോണിക് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വൈ ടു യൂസ് അൾട്രാസോണിക് വെൽഡിംഗ്. എന്തുകൊണ്ടാണ് നമ്മൾ അൾട്രാസോണിക് വെൽഡിംഗ് യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് 3 റീസൺസാണ് ഇതിന് മെയിൻലി പറയാനുള്ളത്. ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ultrasonic assemblies use ultrasonic vibratory energy which is transmitted through the part to melt and bond the thermoplastic materials and joining a thin sheet gauge metal and other lightweight material. മെയിനായിട്ട് നമ്മൾ ഈ അൾട്രാസോണിക് വെൽഡിങ് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മെയിനായിട്ട് ഈ പാർട്ട് ടു മെൽറ്റ് ആൻഡ് ബോണ്ട് ദ തെർമോപ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ജോയിൻ ചെയ്യാൻ പറ്റി നമുക്ക് ഈ ഒരു അൾട്രാസോണിക് വെൽഡിങ് യൂസ് ചെയ്യാം. അതുപോലെ ഷീറ്റ് ഗേജ്, നാരോ സൈസുള്ള ഷീറ്റ് ഗേജസും അതുപോലെ ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയൽസും ഒക്കെ നമുക്ക് വളരെ ഈസിയിൽ വെൽഡ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു അൾട്രാസോണിക് വെൽഡിങ് യൂസ് ചെയ്തിട്ടാണ്. അതാണ് ഫസ്റ്റ് റീസൺ നമ്മൾ വൈ ടു യൂസ് അൾട്രാസോണിക് വെൽഡിങ്ങിൻ്റെ ഫസ്റ്റ് പറയണം. സെക്കൻഡായിട്ട് പറയുന്നത് ദിസ് ടെക്നിക് ഈസ് വെരി ഫാസ്റ്റ്. ഈ ഒരു അൾട്രാസോണിക് വെൽഡിംഗ് എന്ന് പറഞ്ഞ ഈ പ്രോസസ്സ് വളരെ ഫാസ്റ്റും എഫിഷ്യൻറ്റും അതുപോലെ നോൺ കണ്ടാമിനേറ്റിംഗ് ആൻഡ് റിക്വേഴ്സ് നോ കൺസ്യൂമബിൾ ആണ്. അതായത് നോ കണ്ടാമിനേറ്റിംഗ് ആൻഡ് നോട്ട് കൺസ്യൂമബിൾ ടൈപ്പ് ഓഫ് പ്രോസസ്സിനെയാണ് നമ്മൾ
അതുകൊണ്ടാണ് നമുക്ക് ഈ അൾട്രാസോണിക് വെൽഡിങ് യൂസ് ചെയ്യാനുള്ള കാരണം. തേർഡ് റീസൺ എന്ന് പറഞ്ഞാൽ ദ അൾട്രാസോണിക് വെൽഡിങ് there are no convective bolts, nails and soldering materials or adhesive necessary to bind the material together. അതായത് നോ കണക്റ്റീവ് ബോൾസ് ആയിരിക്കും, അതുപോലെ സോൾഡറിങ് മെറ്റീരിയൽസ്, ഇതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് അടുത്തൊരു മെയിൻ യൂസസ് എന്ന് പറയുകയാണെങ്കിൽ അൾട്രാസോണിക്കിനുണ്ട്. ഈ ഒരു 3 റീസൺ കൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ടാണ് അൾട്രാസോണിക് വെൽഡിങ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അൾട്രാസോണിക് വെൽഡിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയാം. ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഇൻ അൾട്രാസോണിക് വെൽഡിങ് ദ ഫ്രിക്ഷണൽ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ അൾട്രാസോണിക് വേവ്. അതായത് അൾട്രാസോണിക് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രിക്ഷണൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ അൾട്രാസോണിക് വേവ്സ് ആർ ദ ഫോഴ്സ് ഈസ് യൂസ്ഡ് ടു ജോയിനിങ് ദ പ്രോസസ്സ്. അതായത് അൾട്രാസോണിക് വേവ് ഏകദേശം 15 to 60 ഹെർട്സ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ മെറ്റീരിയൽസ് അണ്ടർ പ്രഷർ വിത്ത് എ സോണോമീറ്റർ. Then welding times are lower than 3 seconds and the welding can be proceeded with or without the application of external heat. അതായത് മെയിനായിട്ട് എന്ന് പറയുന്നത് അൾട്രാസോണിക് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രിക്ഷണൽ ഹീറ്റാണ്. ഇതിലേക്ക് നമ്മൾ ഹൈ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ കൺവേർട്ട് ചെയ്യും മെക്കാനിക്കൽ വൈബ്രേഷന്. ഈ മെക്കാനിക്കൽ വൈബ്രേഷനെ തന്നെ നമ്മൾ മറ്റേ ഒരു കൺവേർട്ടർ വെച്ച് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ആംപ്ലിഫൈ ചെയ്യും. ഏകദേശം 15 to 60 കിലോ ഹെർട്സ് വരെ ഫ്രീക്വൻസിയിൽ അതിനെ ആംപ്ലിഫൈ ചെയ്തതിനു ശേഷം ഈ ഒരു ഹൈ ഫ്രീക്വൻസി വൈബ്രേഷനെ നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ മെറ്റീരിയലിലേക്കാണ് കോണ്ടാക്റ്റ് കൊടുക്കുന്നത്. ഈ മെറ്റീരിയലിലേക്ക് കോണ്ടാക്റ്റ് കൊടുക്കുമ്പോൾ അവിടെ ഹൈ എമൗണ്ട് ഓഫ് ഷിയർ സ്ട്രെസ്സും ഫ്രിക്ഷണൽ ഫോഴ്സും വന്നിട്ട് ഈ ഒരു മെറ്റൽ ജോയിൻ ചെയ്യും. അതായത് ദ വെൽഡിംഗ് ടൈം ദ അൾട്രാസോണിക് വേവ് ഏകദേശം 15 to 60 കിലോ ഹെർട്സ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ മെറ്റീരിയൽ അണ്ടർ പ്രഷർ. ആ പ്രഷറിൽ അത് കൊടുക്കുമ്പോൾ തന്നെ അവിടെ നമുക്ക് ഈ മെറ്റൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വെൽഡിംഗ് ടൈം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ 3 seconds ഒക്കെ വരുന്നുള്ളൂ. അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള വെൽഡിംഗ് ആണ്. ഓക്കെ, ദിസ് വെൽഡിംഗ് ക്യാൻ പ്രൊസീഡ് വിത്ത് ഓർ വിത്തൗട്ട് ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ഹീറ്റ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്റ്റേണൽ ഹീറ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇതിനെ ഒരു സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് കൂടി നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു അൾട്രാസോണിക് വെൽഡിങ്ങിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ചോദിച്ചാൽ, ഫസ്റ്റ് നമ്മളൊരു ഇവിടെ സിമ്പിളായിട്ട് നമുക്കൊരു പവർ സപ്ലൈ ഉണ്ട്. പവർ സപ്ലൈ അത് എല്ലാ കാര്യത്തിനും ഉണ്ടാവും. നമുക്കൊരു പവർ സപ്ലൈ ഇത് 240 വോൾട്ട് AC സപ്ലൈ ആണ് നമ്മളിവിടെ കൊടുക്കുക. ദെൻ നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, ഇതാണ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, ഇതാണ് ട്രാൻസ്ഡ്യൂസർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് നമ്മളെ അടുത്തുള്ള ഒരു ടൈപ്പ് ഫോം ഓഫ് എനർജീനെ, അതായത് ഇലക്ട്രിക്കൽ എനർജീനെ നമുക്ക് മെക്കാനിക്കൽ അതായത് ഇലക്ട്രിക്കൽ വൈബ്രേഷനെ നമ്മൾ മെക്കാനിക്കൽ വൈബ്രേഷനായിട്ട് നമ്മൾ പീസോ ഇലക്ട്രിക്കൽ ഒക്കെ കേട്ടില്ല. അതുപോലെ തന്നെ ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തിട്ട് ഹൈ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ ഫ്രീക്വൻസീനെ നമ്മൾ ഹൈ എമൗണ്ട് ഓഫ് മെക്കാനിക്കൽ വൈബ്രേഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസർ ചെയ്യുന്നത്. അതിനാണ് ട്രാൻസ്ഡ്യൂസർ ഒരു കൺവേർട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിഗ്നലിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നമുക്കൊരു ഹോൺ കൊടുത്തിട്ടുണ്ട്. ഈ ഹോൺ എന്ന് പറഞ്ഞാൽ ഈ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ വരുന്ന സാധനത്തിന് ബൂസ്റ്ററും മറ്റേ ഫ്രീക്വൻസിയുള്ള വൈബ്രേഷൻ ഒന്നും കൂടി അതിൻ്റെ ഫ്രീക്വൻസി ഏകദേശം 15 to 20 ഒക്കെ ഉള്ളത് 15 to 60 കിലോ ഹെർട്സിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യും. ദെൻ ഈ ഹൈ എമൗണ്ട് ഓഫ് ഏകദേശം മാറ്റും. ദെൻ നമുക്ക് 2 പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഉണ്ട്. ഈ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ജോയിൻ ചെയ്യാനാണല്ലോ മെയിനായിട്ട് നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ദെൻ ഒരു ആൻവിൽ അത് രണ്ടിനും പ്രസ് ചെയ്ത് നിർത്താൻ വേണ്ടി ആൻവിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഹൈ പ്രഷർ വരുമ്പോൾ അത് താങ്ങണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ആൻവിൽ കൊടുത്തത്. ഇത്രയാണ് ഈ ഒരു ഡയഗ്രാമാറ്റിക് സെറ്റപ്പിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പവർ സപ്ലൈ ഉണ്ട്. 240 വോൾട്ട് പവർ സപ്ലൈ. ഈ പവർ സപ്ലൈയിൽ നിന്ന് നമ്മൾ നേരെ ഈ കണക്ട് ചെയ്തിട്ടുണ്ടാവുക നമ്മുടെ ട്രാൻസ്ഡ്യൂസറിലാണ്. അതായത് ഏകദേശം നമുക്ക് വേണമെങ്കിൽ പറയാം ഹൈ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി അഥവാ high amount of frequency of electrical energy will be converted to high frequency mechanical energy ആയിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ വൈബ്രേഷൻ നമ്മൾ മെക്കാനിക്കൽ വൈബ്രേഷനായിട്ട് നമ്മൾ ഈ ട്രാൻസ്ഡ്യൂസർ കൺവേർട്ട് ചെയ്യും. ദെൻ ഈ കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസർ കൺവേർട്ടർ വഴി നമ്മൾ ബൂസ്റ്ററിലേക്ക് എത്തും. ദെൻ നമ്മൾ കിട്ടിയ വൈബ്രേഷൻ ഒന്ന് ബൂസ്റ്റ് ചെയ്യും. ആ ബൂസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഹോണിലേക്കാണ് കടത്തിവിടുക. ദെൻ ഹോണിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന മെക്കാനിക്കൽ വൈബ്രേഷന് നമുക്ക് ഫ്രീക്വൻസി നമുക്ക് ഒന്നുകൂടി കൂട്ടണം. ഏകദേശം 50 to 20 ഉള്ളത് നമ്മൾ 50 to 60 ഇതിനെ ആംപ്ലിഫൈ ചെയ്യും. ദെൻ ആംപ്ലിഫൈ ചെയ്തിട്ട് ഈ മെക്കാനിക്കൽ വൈബ്രേഷൻ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ മുകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യും.
ദെൻ ഇവിടെ നമ്മളിതിനെ ഒരു ആൻവീൽ വഴി നമ്മളിതിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഹൈ പ്രഷർ റെയിലേക്ക് വരികയും അവിടെ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഈ മറ്റേ ഈ ഒരു ഹൈ എമൗണ്ട് ഓഫ് വൈബ്രേഷൻ ഇതിലേക്ക് എനർജി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഡൈനാമിക് ഷിയർ സ്ട്രെസ്സും അതുപോലെ ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ടാകുന്നതിൻ്റെ ഫലമായി ഈ ഒരു രണ്ട് മെറ്റീരിയൽസ് നമ്മൾ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ അൾട്രാസോണിക് വെൽഡിങ്ങിൽ നടക്കുന്ന ഒരു പ്രോസസ്സ്, ഒരു വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ അതിൻ്റെ ഒരു വേറെ ഡയഗ്രമാറ്റിക് ഫിഗർ, നിങ്ങൾ ഒരു സ്കിമാറ്റിക് ഡയഗ്രാമൊക്കെ നമുക്ക് വരയ്ക്കാൻ കുറച്ചുകൂടി സിമ്പിൾ ആവാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഫിഗറാണ്. സെയിം ട്രാൻസ്ഡ്യൂസർ ഉണ്ട്, മാസ് ഉണ്ട്, ക്ലാമ്പിംഗ് ഫോഴ്സ് ഉണ്ട്, ആൻവീൽ ഉണ്ട്, വൈബ്രേഷൻ വരുന്നുണ്ട്, സോണോർ ട്രിപ്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഏകദേശം സിമിലർ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു അൾട്രാസോണിക് വെൽഡിങ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ഫോമിലുള്ള വെൽഡുകൾ ചെയ്യാൻ പറ്റുമെന്നാണ്. അതായത് മെയിനായിട്ട് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് 2 പാരലൽ വയേഴ്സ് തമ്മിൽ, അതായത് നമ്മൾ തുടക്കത്തിലാണ് പറഞ്ഞു അൾട്രാസോണിക് വെൽഡിങ് എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയൽ, നാരോ ആയിട്ടുള്ള മെറ്റീരിയൽസ്, വയേഴ്സൊക്കെ ജോയിൻ ചെയ്യാനാണ് മെയിനായിട്ട് അൾട്രാസോണിക് വെൽഡിങ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് 2 പാരലൽ വയേഴ്സൊക്കെ സിംപ്ലി നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് ജോയിൻ ചെയ്യാം. അതുപോലെ 2 വയേഴ്സ് വിത്ത് ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ 2 വയേഴ്സ് അടിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് ഉണ്ടാവുക. ഇതൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അത് തന്നെ ഒരു വയർ ഷീറ്റിനുള്ള വയർ ഉണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ വയർ സ്റ്റാൻഡ് ഓൺ ഷീറ്റ്, അതുപോലെ ഷീറ്റ് ഓൺ ഷീറ്റ്, 2 ഷീറ്റ് തിന്ന് ഷീറ്റ് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ടീ പ്രൊഫൈൽ ഓൺ ഷീറ്റൊക്കെ ചെയ്യാനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അതുപോലെ ടീ പ്രൊഫൈൽ ഓൺ പൈപ്പ്, ഇങ്ങനത്തെ വെൽഡിങ് ജോയിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ അൾട്രാസോണിക് വെൽഡിങ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്തൊക്കെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസുമാണ് നമുക്ക് ഈ ഒരു അൾട്രാസോണിക് വെൽഡിങ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഉള്ളതെന്നാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി നമുക്ക് ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത് ഹീറ്റ് എഫക്റ്റഡ് സൂൺ ഈസ് മിനിമൈസ്. അതായത് നമുക്ക് ഇതിൽ ഭയങ്കരമായിട്ട് ഹീറ്റ് വരുന്നില്ല, അതായത് നമുക്ക് ബാക്കിയുള്ള എക്സ്റ്റേണൽ ഹീറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഹീറ്റ് എഫക്റ്റഡ് സൂണ് ഭയങ്കര കുറവായിരിക്കും, മിനിമൈസ്ഡ് ആയിരിക്കും. അത് ഒരു മികച്ച അഡ്വാൻറ്റേജ് ആയിട്ട് വേണം നമുക്ക് കൂട്ടാം. അതുപോലെ വെരി തിൻ മെറ്റീരിയൽ ക്യാൻ ബി, അതായത് ഭയങ്കര തിന്നായിട്ടുള്ള മൈന്യൂട്ടുള്ള ഷീറ്റുകളും കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്യാൻ ഈ ഒരു പ്രോസസ്സ് വളരെയധികം സൂട്ടബിൾ ആണെന്നുള്ളതാണ് അടുത്തൊരു അഡ്വാൻറ്റേജ്. അടുത്ത അഡ്വാൻറ്റേജ് പറഞ്ഞാൽ സർഫസ് ഡിഫോമേഷൻ ഈസ് മിനിമം. അതുപോലെ വല്ലാണ്ട് സർഫസും കാര്യങ്ങളും ഡിഫോം ചെയ്യാനോ കാര്യങ്ങളൊന്നും നിൽക്കില്ല, അതൊരു അടുത്ത അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് വെൽഡ് ഓഫ് ഗ്ലാസസ് ഈസ് ഓൾസോ പോസിബിൾ. വെൽഡിങ് ഓഫ് ഗ്ലാസസ് ഒക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ടെക്നിക്ക് യൂസ് ചെയ്യാം. ദെൻ നോ ഡിഫക്റ്റ് ഡ്യൂ ടു ദ ഗ്യാസസ്. എക്സ്റ്റേണൽ നമുക്ക് ഗ്യാസസിന് കാരണം നമുക്ക് അത് ഓക്സൈഡായിട്ട് കോൺടാക്റ്റ് വന്നിട്ട് നമ്മൾ വെൽഡിന് ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസൊക്കെ കുറവാണ്. അതായത് നോ ഡിഫക്റ്റ് ഡ്യൂ ടു ദ ഗ്യാസസ് ആൻഡ് ആർക്ക് ആൻഡ് ഫില്ലർ മെറ്റീരിയൽ. അതുപോലെ ആർക്കും ഫില്ലർ മെറ്റീരിയൽ ഒന്നും ചാൻസ് ഇല്ല. ദ എക്യുപ്മെൻറ്റ് ഈസ് സിമ്പിൾ ആൻഡ് മോഡറേറ്റ് സ്കിൽ ഈസ് ഇനഫ്. അതായത് എക്യുപ്മെൻറ്റ് വളരെ സിമ്പിളാണ്. അതുപോലെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലേബേഴ്സിനൊന്നും നമുക്ക് ഈ ഒരു പ്രോസസ്സിന് വെക്കേണ്ട ആവശ്യമില്ല. ദെൻ ഡിസിമിലർ മെറ്റീരിയൽസ് ക്യാൻ ബി ജോയിൻ. അതുപോലെ 2 ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസ് ജോയിൻ ചെയ്യാനും നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ കഴിയുന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് ഉണ്ട്, അതും കൂടി പറയാം. ദിസ് വെൽഡീസ് ക്യാൻ ഈസിലി ഓട്ടോമേറ്റഡ് ആൻഡ് ഫാസ്റ്റ്. ഇത് നമുക്ക് ഭയങ്കര ഓട്ടോമേറ്റഡ് ആക്കാനും അതുപോലെ ഫാസ്റ്റായിട്ട് ചെയ്യാനും കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് വെൽഡിങ് പ്രോസസ്സാണ് അൾട്രാസോണിക് വെൽഡിംഗ് എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ഹൈ സ്ട്രെങ്ത് ജോയിൻ വിത്തൗട്ട് അപ്ലൈങ് എക്സ്റ്റേണൽ. നമ്മൾ പറഞ്ഞു സോളിഡ് സ്റ്റേറ്റ് വെയിറ്റ് ആകുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഹീറ്റിൻ്റെ ആവശ്യമില്ല. ഇറ്റ് പ്രൊഡ്യൂസ് ഹൈ സ്ട്രെങ്ത് ജോയിൻ്റ് ആണ് വിത്തൗട്ട് അപ്ലൈങ് എക്സ്റ്റേണൽ ഹീറ്റ്. ആൻഡ് ദിസ് ഈസ് ക്ലീൻ ആൻഡ് പ്രൊവൈഡ് എ ഗുഡ് സർഫസ് ഫിനിഷിംഗ് ആഫ്റ്റർ. ഈ ഒരു വെൽഡിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സർഫസ് ഫിനിഷിങ്ങും കാര്യങ്ങളുമാണ് ഉള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ്. ദ അൾട്രാസോണിക് പ്രോസസ് യൂസ്ഡ് ടു വെൽഡ് വൈഡ് വെറൈറ്റി ഓഫ് ഡിസിമിലർ. അതുപോലെ ഡിസിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽസും ജോയിൻ ചെയ്യാൻ വളരെ ഈസിയിൽ നമുക്ക് ഈ ഒരു അൾട്രാസോണിക് വെൽഡിങ് യൂസ് ചെയ്തിട്ട് കഴിയും. അടുത്ത പോയിന്റ് ആണ് ഇറ്റ് ഡസ് നോട്ട് ഡെവലപ്പ് എ ഹൈ ഹീറ്റ് സോ ദർ ഈസ് എ നോ ചാൻസ് ഓഫ് എക്സ്പെൽ മോൾട്ടൻ മെറ്റൽ ഫോം ജോയിൻറ്റ്. അതായത് it does not develop a high heat so there is no chance of expel molten metal from the joints. ഓക്കെ, ഇനി എന്തൊക്കെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു അൾട്രാസോണിക് വെൽഡിങ്ങിൻ്റെ എന്നുള്ളതാണ് അടുത്ത് നോക്കാനുള്ളത്. അൾട്രാസോണിക് വെൽഡിങ്ങിൻ്റെ മെയിൻ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് വെൽഡ് എ ഹാർഡ്. അതായത് ഭയങ്കര തിക്കായിട്ടുള്ള അതുപോലെ ഹാർഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെൽഡ് ചെയ്യാൻ നമുക്ക് ബേസിക്കലി ഈ ഒരു അൾട്രാസോണിക് വെൽഡിങ് പറ്റൂല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ്. ഓക്കെ, കാരണം എക്സ്റ്റേണൽ ഹീറ്റൊന്നും ഇതിൽ യൂസ് ചെയ്യില്ല. ദെൻ ദ തിക്നെസ് ഓഫ് വെൽഡ് അബൌട്ട് 2.5 mm ഫോർ അലുമിനിയം. അതുപോലെ അലുമിനിയത്തിൽ നമുക്ക് ഇതിൻ്റെ വെൽഡിൻ്റെ തിക്നെസ് ഏകദേശം 2.5 mm മാത്രമേ വരുന്നുള്ളത് അടുത്തൊരു പോരായ്മയാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ദ ടൂളിംഗ് കോസ്റ്റ്
ഫോർ ദ ഫിക്ചർ ഈസ് ഹൈ. അതുപോലെ ഇതിൻ്റെ ടൂളിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. ദേ ഓൾസോ നീഡഡ് ടു സ്പെഷ്യൽ ഡിസൈൻ. അതായത് ഈ ഒരു ടൂളിങ്ങിനൊക്കെ നമുക്ക് സ്പെഷ്യൽ ഡിസൈൻസ് തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടൂളിങ്ങിനുള്ള കോസ്റ്റ് കൂടുതലാണ്. ഓക്കെ, അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ദ വൈബ്രേഷൻ ജനറേറ്റ് ത്രൂ ട്രാൻസ്ഡ്യൂസർ ക്യാൻ ഡാമേജ് ഇലക്ട്രോണിക് കമ്പോണൻറ്റ്. അതായത് ദ വൈബ്രേഷൻ ജനറേറ്റ്, ഇതിനുള്ള നമ്മൾ ഹൈ എമൗണ്ട് ഓഫ് വൈബ്രേഷൻസ് വരുന്നല്ലോ ത്രൂ ദ ട്രാൻസ്ഡ്യൂസർ, ഇറ്റ് ക്യാൻ ബി ഡാമേജ്. അതുകൊണ്ട് ഈ വൈബ്രേഷൻ വരുന്നതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ആയതുകൊണ്ട് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്രയാണ് നമുക്ക് ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അൾട്രാസോണിക് വെൽഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തൊക്കെ അപ്ലിക്കേഷൻസാണ് നമ്മൾ ഈ ഒരു അൾട്രാസോണിക് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ദ മാനുഫാക്ചറിങ് ഓഫ് ടോയ്. മെയിനായിട്ട് നമ്മൾ ഈ നമ്മളുള്ള ടോയ്സ്, അത് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണല്ലോ മെയിനായിട്ട് നമ്മൾ അൾട്രാസോണിക് വെൽഡിങ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോയ്സൊക്കെ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ള മൈന്യൂട്ടുള്ള മെറ്റീരിയൽ, അതൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്തത്. സെക്കൻഡ് വൺ ഈസ് ജോയിനിങ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്. അതായത് മൈന്യൂട്ടായിട്ടുള്ള റെസിസ്റ്റൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ജോയിൻ ചെയ്യാൻ നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് കമ്പണൻസ്, വയേഴ്സും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു അൾട്രാസോണിക് വെൽഡിംഗ് ആണ്. ദ വെൽഡിംഗ് അലൂമിനിയം വയേഴ്സ് ആൻഡ് ഷീറ്റ്, അതായത് അലൂമിനിയത്തിൻ്റെ വയേഴ്സും ഷീറ്റും ഒക്കെ ജോയിൻ ചെയ്യാൻ നമ്മൾ അൾട്രാസോണിക് വെൽഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. മൊബൈൽ, സ്പോർട്സ് ഷൂ, അതുപോലെ ലാമിനേഷൻസ്, കാർ കാര്യങ്ങളൊക്കെ വെൽഡിങ്ങിനും നമ്മൾ ഈ ഒരു അൾട്രാസോണിക് വെൽഡിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പാക്കേജിങ് ആൻഡ് മെഡിക്കൽ ഇൻഡസ്ട്രി ആൻഡ് കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിലും നമ്മൾ ഈ ഒരു അൾട്രാസോണിക് വെൽഡിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് അൾട്രാസോണിക് വെൽഡിങ്ങിൻ്റെ കേസസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ഒരു ഫ്യൂഷൻ വെൽഡിംഗ് അതേ ടൈപ്പുള്ളൊരു സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സാണ്. ദാറ്റ് ഈസ് കോൾഡ് ലേസർ ബീം വെൽഡിംഗ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേസർ ബീം വെൽഡിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ലേസർ ബീം വെൽഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ ജനറൽ കേസസ് ഹീറ്റ് ഈസ് റിക്വയർഡ് ടു ഫ്യൂസ് ദ മെറ്റൽ ഫോർ എനി ടൈപ്പ് ഓഫ് വെൽഡിംഗ്. അതായത് ഫ്യൂസ് ഓഫ് മെറ്റൽ ഫോർ എനി ടൈപ്പ് ഓഫ് വെൽഡിംഗ് ആണ്. ഇനി സിമ്പിളായിട്ട് നമുക്ക് എന്താണ് ലേസർ ബീം വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ, ഇൻ ലേസർ ബീം വെൽഡിംഗ് പ്രോസസ് ദ ഹീറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ആപ്ലിക്കേഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് കൊഹിറൻറ്റ് ലൈറ്റ് ബീം which is striking upon the weld metal and melt the metal. Such this weld joint is obtained. This welding process is called laser welding. അതായത് ലേസർ വെൽഡിംഗ് പ്രോസസ്സാണ് സിമ്പിളായിട്ട് പറയുന്നത്. നമ്മൾ ഒരു കൊഹിറൻറ്റ് ലൈറ്റ്, ഹൈ കോൺസെൻട്രേറ്റഡ് കൊഹിറൻറ്റ് ലൈറ്റ് നമ്മളെ മെറ്റലിലേക്ക് നമ്മൾ പാസ് ചെയ്യും. അതിന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിയും അതുപോലെ ഹൈ കോൺസെൻട്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ള ഹൈ ടെമ്പറേച്ചർ ആ ലൈറ്റ് എനർജി മൂലം നമുക്ക് ആ മെറ്റലിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ദെൻ ആ മെറ്റൽ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ലൈറ്റിൻ്റെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ മെറ്റൽ ജോയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് ലേസർ ബീം വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണത് പറയുന്നത്. ഓക്കെ, ദ ലേസർ ബീം വെൽഡിംഗ് process the heat is obtained from the application of concentrated coherent light beam which is striking upon the weld metal and the metal. Such the welding joint is obtained in the welding process called laser beam welding. Okay, ഇതാണ് ഇതിൻ്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രാം ഓഫ് ലേസർ ബീം വെൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് മെയിനായിട്ട് ഒരു പവർ സപ്ലൈ ഉണ്ടാവും. ഏതെല്ലാ കാര്യത്തിനും ഉണ്ടാവും, അതിനും ഒരു പവർ സപ്ലൈ ഉണ്ടാവും. ആ പവർ സപ്ലൈ നമ്മൾ കപ്പാസിറ്ററായി കണക്ട് ചെയ്യും. അതായത് നമുക്ക് കൊടുക്കുന്ന എനർജീനെ ബൂസ്റ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടി. അതാണ് ഓക്കെ, ഇലക്ട്രോൺസ് നമ്മൾ ബൂസ്റ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ദെൻ നമ്മൾ ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ടാവും ഇതിൻ്റെ പുറത്ത്. ആ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ സിനോൺ ഫ്ലാഷ് ട്യൂബ് ഉണ്ടാവും. ഓക്കെ, സിനോൺ ഫ്ലാഷ് ട്യൂബാണ് ഈ കാണുന്ന സംഭവം. ഓക്കെ, ഈ കാണുന്ന സംഭവമാണ് സിനോൺ ഫ്ലാഷ് ട്യൂബ് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയർ രൂപത്തിൽ കാണുന്നതാണ് ലേസർ ക്രിസ്റ്റൽ. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ റൂബി ക്രിസ്റ്റലാണ് നമ്മൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ഒരു മിറർ ഉണ്ടായിരിക്കും. ഇവിടെ ഒരു പാർഷ്യലി റിഫ്ലക്റ്റഡ് മിററും ഉണ്ടാവും. ഇതിൽ ഫുള്ളി റിഫ്ലക്റ്റഡ് മിററും ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ നമുക്കിവിടെ ഒരു ഫോക്കസിങ് ലെൻസ് കൊടുത്തിട്ടുണ്ടാവും. ദെൻ ഇവിടെ ലേസർ ബീം വരുന്നത് കണ്ടാവും. ദെൻ കൊഹിറൻറ്റ് ലൈറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വർക്ക് പീസ് ഉണ്ടാവും, നമ്മുടെ വർക്ക് പീസ് ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് സെറ്റപ്പ്, നമുക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സിൻ്റെ സെറ്റപ്പ്. ഇതിൻ്റെ വർക്കിംഗ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മളിവിടെ പവർ സപ്ലൈ ഉണ്ടാവും. ഇത് പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ നമ്മൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കപ്പാസിറ്റർ വഴി നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്തിട്ടാണ്, കപ്പാസിറ്റർ വഴി ബൂസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനോൺ ലാമ്പിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഈ സിനോൺ ലാമ്പിലേക്ക് കൊടുക്കുമ്പം ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹൈ എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് ഈ കാണുന്ന റെക്റ്റാങ്കിൾ ട്യൂബിലേക്ക് കണക്ട് ചെയ്യും.
അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇലക്ട്രോൺസ് പാസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇലക്ട്രോൺസ് ഈ സിനോൺ ലാബിൽ നിന്ന് നമ്മളെ ലേസർ ക്രിസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് പോരും. ഈ ലേസർ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ നമുക്ക് ഉള്ളത് റൂബി ക്രിസ്റ്റൽസ് ആണ്. ഈ റൂബി ക്രിസ്റ്റൽസിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ് നമ്മൾ കൂട്ടിമുട്ടുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഫോട്ടോൺ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഫോട്ടോൺ അതായത് ഇലക്ട്രോൺസ് നമ്മൾ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞുണ്ടാവുന്നതാണ് ഫോട്ടോൺ. ആ ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എനർജി. ഫോട്ടോൺ നമ്മൾ ലൈറ്റ് എനർജി എന്ന് തന്നെ. ആ ലൈറ്റ് എനർജി നമ്മൾ ഈ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ലെൻസ് വഴി നേരെ പുറത്തേക്ക് വരും. ദെൻ ഇത് നമ്മളൊരു ലെൻസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും അല്ലേ. അതാണ് ലേസർ ബീം എന്നാണ് പറയുന്നത്. കൊഹിരൻറ്റ് ലൈറ്റിനെയാണ് നമ്മുടെ ഫോട്ടോൺസ് ഉണ്ടാവില്ല, ഫോട്ടോൺസ് തന്നെയാണ് നമ്മൾ ഈ ലേസർ ബീം എന്ന് പറയുന്നത്. ആ ഫോട്ടോൺസിനെ നമ്മൾ ഒരു ലെൻസ് വഴി നമ്മൾ വർക്ക് പീസിൻ്റെ മുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഹൈ എമൗണ്ട് ഓഫ് ഈ ലൈറ്റ് എനർജി ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത് മെയിനായിട്ട് ഈ ഇലക്ട്രിക്കൽ എനർജി നമുക്ക് നേരെ ഫസ്റ്റ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പം ലൈറ്റ് എനർജി, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് എന്താ ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ ലൈറ്റ് എനർജി ആക്കി മാറ്റും. ഈ ലൈറ്റ് എനർജീനെ നമ്മൾ ഹീറ്റ് എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊറിയൻ ലൈറ്റ് ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ വർക്ക് പീസിൻ്റെ മുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫലമായിട്ട് നമ്മൾ ഫില്ലർ മെറ്റലും കാര്യങ്ങളും കൊടുത്തിട്ട് ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലേസർ ബീം വെൽഡിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി അതിൻ്റെ ജസ്റ്റ് സ്ലൈഡായിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. ദ ഇലക്ട്രിക്കൽ എനർജി ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു അതായത് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി വിൽ ബി കൺവേർട്ടഡ് ടു ലൈറ്റ് എനർജി. ദിസ് ഈസ് വർക്ക്ഡ് ബൈ എ ഫ്ലാഷ് ട്യൂബ്. ആൻഡ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞാൽ ദ കപ്പാസിറ്റർ ഈസ് പ്രൊവൈഡ്. ഇത് നമ്മൾ കൊടുത്ത കപ്പാസിറ്റർ എന്തിനാണെന്ന് വെച്ചാൽ കപ്പാസിറ്റർ ഈസ് പ്രൊവൈഡഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് സപ്ലൈ ദ ഹൈ വോൾട്ടേജ്. ആൻഡ് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി ഹൈ വോൾട്ടേജ് കറണ്ടിലും ഫ്ലാഷ് ട്യൂബ് ഈസ് പെർഫോംഡ് ഇൻ അപ്രോപ്രിയേറ്റ്ലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് വോൾട്ടേജ് കുറയാതെ വർക്ക് ചെയ്യണം. Then this electrical energy is discharged from the capacitor and xenon transform the high energy into white flashlight rate of 1/1000 per സെക്കൻഡിലാണ് ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺ പാസ് ചെയ്യുന്നത്. ആ ഇലക്ട്രോൺ പാസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ റൂബി ക്രിസ്റ്റലിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ് ആയിട്ട് കൊളൈഡ് ചെയ്തിട്ട് അവിടെ ഫോട്ടോൺ ലൈറ്റ് എനർജി ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. ആ ലൈറ്റ് എനർജി ആണല്ലോ നമ്മൾ നേരെ നമ്മളെ ലെൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് പീസിൻ്റെ ഉള്ളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ദ ക്രോമിയം ആറ്റം, ഇതിൻ്റെ ഉള്ളിലുള്ള റൂബി ക്രിസ്റ്റലുള്ള ദ ക്രോമിയം ആറ്റം ഓഫ് റൂബി ക്രിസ്റ്റൽസ് ആർ എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. ആൻഡ് ദർ ഈസ് പമ്പ്ഡ് ഇൻ ടു ഹൈ എനർജി ഡ്യൂ ടു ദ heat generating. The sum of this energy is lost, but it's this sum of light energy that is reflected mirror to mirrors, and again chromium atoms are excited until the loss of their extra energy is simultaneously to form a narrow beam of coherent light which comes out through the one and tiny hole of crystal mirrors. And this narrow beam is focused on optical focusing length to produce a small intensity of laser on the work job. Then അങ്ങനെയാണ് നമ്മൾ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ആ ഡയഗ്രാമാറ്റിക് പറഞ്ഞതിൻ്റെ ഒരു തിയറി വെർഷനായിട്ട് എഴുതിയെന്നുള്ളൂ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ എന്തൊക്കെ മെക്കാനിസമാണ് ഈ ലേസർ ബീം വെൽഡിങ്ങിൻ്റെ മുകളിൽ ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ലേസർ ബീം വെൽഡിങ് ഈസ് എ വെൽഡിങ് പ്രോസസ് വിച്ച് ഈസ് പ്രൊഡ്യൂസ് എ കോളസൻസ് ഓഫ് ദ മെറ്റീരിയൽ with the heat is obtained from the application of concentrated coherent light beam impinging upon the surface of അതായത് ആ ലൈറ്റ് കോൺസെൻട്രേറ്റഡ് ലൈറ്റ് ബീം നമ്മളെ വർക്ക് പീസിന് മുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ ദ ഫോളോയിങ്, താഴെ പറയുന്ന ഫേസസിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതിൽ ഫസ്റ്റ് ഫേസ് ആണ് ഇൻട്രാക്ഷൻ ഓഫ് ലേസർ ബീം വിത്ത് വർക്ക് മെറ്റീരിയൽ, അതായത് ഇൻട്രാക്ഷൻ ഓഫ് ലേസർ ബീം വിത്ത് വർക്ക് മെറ്റീരിയൽ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് കണ്ടക്ഷൻ ആണല്ലോ അവിടെ നടക്കുന്നത്, ഹീറ്റ് കണ്ടക്ഷൻ ആൻഡ് ടെമ്പറേച്ചർ. നമ്മൾ ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് വേവ് വരുമ്പോൾ ഈ മെറ്റൽ ചൂടാവുകയും അതിനുള്ളിൽ മെൽറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു കണ്ടക്ഷനാണ് അവിടെ നടക്കുന്നത്, ഹീറ്റ് കണ്ടക്ഷൻ ആൻഡ് ടെമ്പറേച്ചർ റൈസസ്. അടുത്ത പോയിന്റ് പറഞ്ഞാൽ ദ മെൽറ്റിംഗ് ആൻഡ് വേപ്പറൈസേഷൻ ഓഫ് ജോയിങ്, അതവിടെ മെൽറ്റിംഗ് നടക്കും. ദെൻ വേപ്പറൈസേഷൻ ആൻഡ് ജോയിങ്. വെൻ ദ യൂസിങ് ദ ലേസർ ബീം for the welding, the electromagnetic radiation, ഇവിടെ നിന്നാണ് ഉണ്ടാകുന്ന electromagnetic radiation impinging on the surface of a base metal with such a concentration of energy that in the temperature of the surface is melted and vapors and
മെൽസ് ദ മെറ്റൽ ആൻഡ് ബ്ലോ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് കാരണം നമ്മൾ പറഞ്ഞ സംഭവം തന്നെയാണ്, വേറെ വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല, അത് കുറച്ച് തിയറി ബേസിസിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ ലേസർ ബീം വെൽഡിങ്ങിൻ്റെ മേജർ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി നോക്കുന്നത്. ഓക്കെ, അഡ്വാൻറ്റേജസ് പറഞ്ഞാൽ ഇറ്റ്സ് വർക്ക് വിത്ത് ഹൈ അലോയ് മെറ്റൽസ് വിത്തൗട്ട് ഡിഫിക്കൽട്ടി. വലിയ ഡിഫിക്കൽട്ടി ഇല്ലാതെ നമുക്ക് അലോയ് മെറ്റൽസ് നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഇത് നമ്മൾ ഓപ്പൺ എയറിലോ എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ച് ചെയ്യാം. മറ്റേ ഓക്സൈഡിൻ്റെ ഇതുണ്ടോ പ്രശ്നങ്ങളൊന്നുമില്ല. ദ നാരോ ഹീറ്റ് എഫക്റ്റ്, അതുപോലെ നാരോ ഹീറ്റ് എഫക്റ്റഡ് സോൺ തന്നെയുള്ളൂ. ലോ ടോട്ടൽ തെർമൽ ഇൻപുട്ട്, അതുപോലെ തെർമൽ ഇൻപുട്ട് വളരെ കുറച്ച് മതി. നമുക്ക് ഡിസിമിലർ മെറ്റൽസും വെൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത മേജർ അഡ്വാൻറ്റേജ്. ദർ ഇസ് എ നോ ഫില്ലർ മെറ്റൽസ് ഈസ് നെസറി, അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ഫില്ലർ മെറ്റലിൻ്റെ ആവശ്യമില്ല. ഈ ഹൈ എമൗണ്ട് ഓഫ് എനർജി ആണല്ലോ ഇവിടെ, ഹീറ്റ് എനർജി അവിടെ വന്നിട്ടാണല്ലോ നമുക്ക് ജോയിൻ ചെയ്യുന്നത്. ദെൻ ലോ ഡിസ്റ്റോർഷൻ ഇൻ ദ വെൽഡ്, ഹൈ ക്വാളിറ്റി വെൽഡാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്യാൻ വെൽഡ് സ്മോൾ ആൻഡ് തിൻ കോമ്പണൻസ്, എല്ലാം നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് വെൽഡ് ചെയ്യാം. നോ കോൺടാക്ട് വിത്ത് മെറ്റീരിയൽ, നോ കോൺടാക്ട്, അതായത് മെറ്റീരിയൽസ് ആയിട്ട് വലിയ കോൺടാക്റ്റും കാര്യങ്ങളൊന്നും വരില്ല. അത് അടുത്തൊരു മേജർ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് ഈ ലേസർ ബീം വെൽഡിങ്ങിനുള്ളതെന്നാണ് അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യണം. ലേസർ ബീം വെൽഡിങ്ങിൻ്റെ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് കൂളിംഗ് റേറ്റ് മേ ബി കോസസ് ക്രാക്കിംഗ് ഇൻ ദ, അതായത് റാപ്പിഡായിട്ടുള്ള നമ്മൾ കൂളിംഗ് സർക്കിൾ കൊടുക്കുകയാണെങ്കിൽ റാപ്പിഡായിട്ടുള്ള കൂളിംഗ് അവിടെ നടക്കും. ആ കൂളിംഗ് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ ചെയ്യുന്ന വെൽഡിന് ചില ക്രാക്സും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഹൈ ക്യാപിറ്റൽ കോസ്റ്റ് ഫോർ, ഈ ലേസർ ബീം അതിൻ്റെ രൂപീകരണത്തിനൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു പ്രോസസ്സ് നടത്താനുള്ള ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും എപ്പോഴും. ദെൻ ഓപ്റ്റിക്കൽ സർഫസസ് ഓഫ് ലേസർ ആർ ഈസിലി ഡാമേജ്, അതുപോലെ ഓപ്റ്റിക്കൽ സർഫസ് ഓഫ് ലേസറൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ ഇതിൻ്റെ മെയിൻ്റനൻസ്, നമ്മൾ ഈ ലേസറിൻ്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് കൂടുതലായിട്ടല്ലോ, അതാണ് അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പറഞ്ഞാൽ the maximum joint thickness that can be welded by laser beam in somewhat limited, thus welding penetration of larger than 19 mm ആയിരിക്കും. അതിൻ്റെ മുകളിൽ വരുന്ന വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കുന്ന ലിമിറ്റഡ്. ദസ് ദ വെൽഡിങ് പെനിട്രേഷൻ ഓഫ് എ ലാർജർ ദാൻ 19 mm ആർ ഡിഫിക്കൽട്ട് ടു വെൽഡ്. 19 mm കൂടുതലൊക്കെ വെൽഡ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ലേസർ ബീം വെൽഡിങ് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് അടുത്തൊരു മേജർ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് നമ്മൾ മെയിനായിട്ട് പഠിച്ചത് 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് അൾട്രാസോണിക് വെൽഡിങ് എന്താണെന്ന് പഠിച്ചു, ദെൻ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിച്ചു, ദെൻ അതിൻ്റെ ഡയഗ്രാം പഠിച്ചു, ഡയഗ്രാമാറ്റിക് എക്സ്പ്രഷൻ പഠിച്ചു, അതിൻ്റെ വർക്കിംഗ് എങ്ങനെ പഠിച്ചു, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് അപ്ലിക്കേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അൾട്രാസോണിക് വേണ്ടി പഠിച്ചത്. അടുത്തൊരു സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സ് ആയിരുന്നു ലേസർ ബീം വെൽഡിംഗ്. എന്താണ് ലേസർ ബീം വെൽഡിംഗ് പറഞ്ഞു, ദെൻ അതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം പഠിച്ചു, അതിൻ്റെ വർക്കിംഗ് പറഞ്ഞു, ദെൻ അതിൽ യൂസ് ചെയ്യുന്ന മെക്കാനിസം, അതിൻ്റെ പ്രിൻസിപ്പിളും കാര്യങ്ങളും പറഞ്ഞു, ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് അഥവാ ലിമിറ്റേഷൻസും പറഞ്ഞു. ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു സ്പെഷ്യൽ 2-3 അടുത്തൊരു വെൽഡിംഗ് പ്രോസസ്സുകളെ കുറിച്ചായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പം എന്നാൽ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കുക, മെസ്സേജ് അയക്കുക, എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, താങ്ക് യു.